ഗസയിലെ ഫലസ്തീനികളെ മാത്രമല്ല, സ്വന്തം രാജ്യത്തെ ക്രൈസ്തവരെയും കടുത്ത രീതിയിൽ ദ്രോഹിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. ഇസ്രായേലിലെ ചർച്ചുകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും മേൽ നികുതി ചുമത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. സർക്കാർ നടപടി ശക്തമായി എതിർക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സഭാകാര്യങ്ങൾക്കായുള്ള ഉന്നതാധികാര സമിതി. നികുതി ഈടാക്കുന്നതിനെതിരെ സഭാ പുരോഹിതന്മാരും നേതാക്കളും സ്വീകരിച്ച തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും സമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചർച്ചുകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും നികുതി ചുമത്തി ക്രിസ്ത്യാനികളെ സമ്മർദ്ദത്തിലാക്കാനും അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റാനുമുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ചർച്ചുകളുടെയും അവയുടെ സ്വത്തുക്കളുടെയും മേൽ നിയന്ത്രണം കൊണ്ടുവരാനും സർക്കാർ ശ്രമിക്കുന്നു. ചില നഗരസഭകൾ ചർച്ചുകൾക്ക് മേൽ കോടതികളിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നും സമിതി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ചർച്ചുകൾ, സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും പുരോഹിതന്മാർക്കും നേരെ ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിലാണ് നികുതി കൂടി ചുമത്താനുള്ള നീക്കം വരുന്നത്. ഇസ്രായേലിൻ്റെ ഈ ലംഘനങ്ങൾക്കെതിരെ ലോകത്തെ സഭാ നേതാക്കളും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും മനുഷ്യാവകാശ സംഘടനകളും രംഗത്തു വരണമെന്നും സമിതി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തി വിശുദ്ധ ഭൂമിയിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിനെതിരെ ഇസ്രായേൽ അധികൃതർ ഏകോപിത ആക്രമണം നടത്തുകയാണെന്ന് പ്രധാന സഭകളുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഈ നീക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥിതിഗതികളെ തകിടം മറിക്കുന്നതാണ്. ഇസ്രായേലിലെയും വെസ്റ്റ് ബാങ്കിലെയും ക്രിസ്ത്യാനികളോടുള്ള അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലെന്നും സഭാ നേതാക്കൾ ആരോപിച്ചു. ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇവർ കത്തയക്കുകയും ചെയ്തു. നികുതി അടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് 4 നഗരസഭകൾ മുന്നറിയിപ്പ് നൽകിയതായി സഭാ നേതാക്കൾ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കത്തോലിക്ക, ഗ്രീക്ക് ഓർത്തഡോക്സ്, അർമേനിയൻ ഓർത്തഡോക്സ് എന്നീ സഭകളുടെ മേധാവികളാണ് കത്തെഴുതിയത്. നികുതി ചുമത്താനുള്ള ശ്രമങ്ങൾ വിശുദ്ധ ഭൂമിയിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിനെതിരായ ഏകോപിത ആക്രമണമാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായി കത്തിൽ വ്യക്തമാക്കുന്നു. ഈ സമയത്ത് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലോകം, ഇസ്രായേലിലെ സംഭവങ്ങളെ നിരന്തരം നിരീക്ഷിക്കുകയാണ്. ക്രിസ്ത്യൻ സാന്നിധ്യത്തെ വിശുദ്ധ ഭൂമിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമത്തെ വീണ്ടും ചെറുക്കുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനസംഖ്യയുടെ 2% താഴെയുള്ള ക്രിസ്ത്യാനികൾ ഇസ്രായേലിലും ഫലസ്തീനിലും ന്യൂനപക്ഷമാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഇസ്രായേലിൽ 1,82,000, വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുമായി 50,000, ഗസയിൽ 1,300 എന്നിങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ. ക്രിസ്ത്യാനികൾ വിശുദ്ധ നാടായി കണക്കാക്കുന്ന ജെറുസലേമിലെ പ്രധാന ഭൂ ഉടമകൾ വിവിധ സഭകളാണ്. ദീർഘകാല പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ സഭകൾ വസ്തുനികുതി അടയ്ക്കാറില്ല. തങ്ങളുടെ ഫണ്ടുകൾ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന സ്കൂൾ, ആശുപത്രികൾ, പ്രായമായവർക്കുള്ള വീടുകൾ തുടങ്ങിയ സേവനങ്ങൾക്കായാണ് ചെലവഴിക്കുന്നതെന്ന് സഭകൾ പറയുന്നു. തെല്ലവീവ്, റാംലെ, നസ്രത്ത്, ജെറുസലേം എന്നീ നഗരസഭകൾ കഴിഞ്ഞ മാസങ്ങളിൽ നികുതി സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് സഭകൾ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഭകൾ ടാക്സ് ഇളവിനായി അപേക്ഷ നൽകിയിട്ടില്ലെന്നാണ് ജെറുസലേം നഗരസഭ അധികൃതരുടെ വാദം. നികുതി ചുമത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി മുമ്പും ക്രിസ്ത്യൻ സഭകൾ രംഗത്ത് വന്നിരുന്നു. യേശുവിനെ കുരിശിലേറ്റിയതിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സ്ഥലമായി വിശ്വസിക്കുന്ന ചർച്ച് ഓഫ് ഹോളി സെപ്പൽച്ചർ 2018 അടച്ചിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. വലിയ ജനരോഷമുയർന്നതോടെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു.